السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين خالق الهوى ورازق الأنام وشارع الأحكام وحاكم الحكام وعلى آله وصحبه الفائزين أجمعين. أشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا إلى دار الأمان. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم يا واجب الوجود ويا واهب الخير والفضل والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم
ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. الحديث. قال شفيعنا محمد مصطفى صلى الله عليه وسلم: يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما. കൽബിലായി പെരുകുന്നു ദാഹം, മിഴിയിലായി നനവൂറും മോഹം, ആറ്റലായൻ ത്വാഹ വാഴും റൗള കാണാനായി, റൗള കാണാനായി. കൽബിലായി പെരുകുന്നു ദാഹം, മിഴിയിലായി നനവൂറും മോഹം, ആറ്റലായൻ ത്വാഹ വാഴും റൗള കാണാനായി, റൗള കാണാനായി. കൽബകം മദീനായി കൊതിച്ചു, രാപ്പകല്ലതിയായി നിനച്ചു, റാഹിമേ നിൻ മുന്നിലായി ഞാൻ നിത്യം തേടുന്നേ, രാവിൽ നൊന്തു പാടുന്നേ. കൽബകം മദീനായി കൊതിച്ചു, രാപ്പകല്ലതിയായി നിനച്ചു, റാഹിമേ നിൻ മുന്നിലായി ഞാൻ നിത്യം തേടുന്നേ, രാവിൽ നൊന്തു പാടുന്നേ. പൂനിലാവഴകാം മദീന പൂമണവാളന്റെ റൗള, മനസ്സിലെന്നും പൂങ്കിനാവായി പൂത്തു നിൽക്കുന്നേ, പരിമളം തൂകി നിൽക്കുന്നേ. പൂനിലാവഴകാം മദീന പൂമണവാളന്റെ റൗള, മനസ്സിലെന്നും പൂങ്കിനാവായി പൂത്തു നിൽക്കുന്നേ, പരിമളം തൂകി നിൽക്കുന്നേ. കൽബിലായി പെരുകുന്നു ദാഹം, മിഴിയിലായി നനവൂറും മോഹം, ആറ്റലായൻ ത്വാഹ വാഴും റൗള കാണാനായി, റൗള കാണാനായി. അലമു യാ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കളെ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് എത്രയും നേരത്തെ തന്നെ ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ കാരണവന്മാരെ, ഉമ്മമാരെ, ദീനിന്റെ അഭിവാജ്യ ഘടകങ്ങളായി എന്നും നിലകൊള്ളുന്ന യുവ സുഹൃത്തുക്കളെ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് എത്രയും നേരത്തെ തന്നെ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിപ്ലവാഭിവാദ്യം ഒരിക്കൽ കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഈ വിനീതന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മതസ്ഥിൽപ്പെട്ട സഹോദരന്മാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് സ്നേഹോഷ്മളമായ 1000 ആശംസയുടെ പൂച്ചെണ്ടുകൾ ആദ്യമായി അർപ്പിച്ചുകൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബ് അവന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരണവേദന മറന്നു മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പാപികളായ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ കൂട്ടുകാരന്മാർ, വിശേഷായി പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾ, അവരുടെയൊക്കെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, നുസ്റത്തുൽ മസാക്കീൻ തളങ്കര ബാങ്കോട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഈ ഒരു സംഘടന നടത്തുന്ന മതപ്രഭാഷണ പരമ്പരയുടെ ദിവസങ്ങളിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. 6ാമത് സ്വലാത്ത് വാർഷികവും അതിനോടനുബന്ധിച്ചുമാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലവും അതിലൂടെ എങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു വരാം. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഇപ്പൊ നമ്മുടെ വിഷയം റസൂൽ സ്നേഹത്തിൻ സാഗരം. പ്രവാചകനില്ലാത്ത ഒരു ജീവിതം നമുക്കില്ല. ദുനിയാവിലായിരുന്നാലും ആഖിറത്തിലായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലില്ലാതെ സ്വർഗത്തിന്റെ അകത്ത് നമുക്ക് കയറിപ്പോകാൻ പറ്റില്ല. കാരണം പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രമേ നമ്മൾ പ്രവാചകനെ കുറിച്ച് പഠിക്കാറുള്ളൂ, പ്രവാചകനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അതല്ല, ഒരു മുസൽമാന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിന്റെ റസൂല് കടന്നു വന്നു. പ്രവാചകന്റെ സ്നേഹം ഒരു മുസൽമാന്റെ ഹൃദയത്തിനകത്ത് തുടിപ്പോടുകൂടി എല്ലാ ദിവസവും അവന്റെ ഹൃദയത്തിനകത്ത് കടന്നു വരണം. പ്രവാചകൻ കടന്നു വരണം, എന്നാലേ പ്രവാചകനോടൊപ്പം സ്വർഗത്തിന്റെ അകത്ത് കടന്നു പോകാൻ പറ്റും. അള്ളാഹു പ്രവാചകനോടൊപ്പം സ്വർഗത്തിന്റെ അകത്ത് ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എന്റെ ബഹുമാനമുള്ളവരെ, നമ്മൾ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നത്? ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു രാത്രിയിൽ പ്രവാചകന് സുബഹി നമസ്കരിക്കണം. സുബഹി നമസ്കരിക്കുന്നതിന് അംഗശുദ്ധി വരുത്തുന്നതിന് അള്ളാഹുവിന്റെ റസൂലിന് വുളു എടുക്കുന്നതിന് ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ആഗ്രഹത്തോടെ പ്രവാചകൻ ഇരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് ചൂടുവെള്ളവുമായി കടന്നു വന്നു. പ്രവാചകൻ ആ ചൂടുവെള്ളം വാങ്ങിച്ച് വുളുവെടുത്തതിന് ശേഷം അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ അരികിലേക്ക് വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ റബീഅയോട് ചോദിച്ചു, റബീഅ, ഞാൻ ഹൃദയം കൊണ്ട് ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോൾ ആ ചൂടുവെള്ളവുമായി കടന്നു വന്ന നിന്റെ പ്രവർത്തനം എന്നെ വല്ലാതെ ആകർഷിച്ചു, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് റബീഅ സൽനിയ, റബീഅ നീ ചെയ്ത പ്രവർത്തനം എന്റെ മനസ്സിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. റബീഅ എന്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. റബീഅ
അതുകൊണ്ട് നിനക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം റബിയ, അത് ഞാൻ നടത്തി തരാൻ തയ്യാറാണെന്ന് മഹാനായ റബിയ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ. റബിയ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റബിയ നിനക്ക് എന്ത് വേണം? എന്റെ ബഹുമാനമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർ ഇലക്ഷൻ വരുമ്പോ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ചെയ്യുന്ന വാഗ്ദാനമല്ല. അള്ളാഹുവിന്റെ റസൂലാണ് റബിയ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, റബിയ എന്ത് വേണം? അള്ളാഹുവിന്റെ മുമ്പിൽ പ്രവാചകൻ കൈ ഉയർത്തി എന്ത് ചോദിച്ചാലും കൊടുക്കാൻ പടച്ച റബ്ബ് തയ്യാറാണ്. മഹാനായ റബിയ റളിയല്ലാഹു അൻഹു അന്തം വിട്ടുപോയി. എന്ത് ചോദിക്കണമെന്നറിയാതെ മഹാനായ റബിയ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ ഇരിക്കുകയാ. മുത്ത് നബി ചാരേ ഇഷ്ടക്കടൽ തീരെ ചെന്ന് കൊതി തീരെ കാണാൻ വിധിക്കല്ല പച്ച വിരിച്ചുള്ള പിച്ചക പൂന്തോപ്പിൽ സ്വച്ഛന്തം പൂന്തേൻ നുകരാൻ വിധിക്കല്ല. മഹാനായ റബിയ റളിയല്ലാഹു അൻഹു ഹൃദയം കൊണ്ട് വല്ലാതെ ആശ്ചര്യപ്പെടുകയാ. എന്റെ പ്രവാചകന്റെ അടുക്കൽ ഞാൻ എന്താ ചോദിക്കേണ്ടത്? എന്ത് ചോദിച്ചാലും എന്റെ അല്ലാഹുവിന്റെ റസൂൽ തരുമെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മഹാനായ റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താ? നബിയേ, കുറെ ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട്, അതുകൊണ്ട് സുന്ദരമായ ആഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സുന്ദരമായ നിമിഷത്തെ പാഴാക്കില്ല നബിയേ. കയറി കിടക്കാൻ കിടപ്പാടമില്ല, അതുകൊണ്ട് സുന്ദരമായ മണിമാളികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സുന്ദരമായ നിമിഷത്തെ പാഴാക്കില്ല നബിയേ. നബിയേ, എത്രയോ മാസമായി ഞാൻ ധരിച്ചു കൊണ്ടുവരുന്ന ഈ കീറിപ്പറിഞ്ഞ വസ്ത്രമാ, അതുകൊണ്ട് നബിയേ സുന്ദരമായ മോഡേൺ വസ്ത്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സുന്ദരമായ നിമിഷത്തെ പാഴാക്കില്ല നബിയേ. ഈ ദുനിയാവിന്റെ ഒരു ആഗ്രഹവും നബിയേ എനിക്ക് അങ്ങയോട് ചോദിക്കാനില്ല നബിയേ. ഒരേ ഒരു ആഗ്രഹം മാത്രമാ ഈ റബിയക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തില് അങ്ങ് വിരാജിക്കുമ്പോ മഖാമം മഹ്മൂദൻ അല്ലദീ വഅദാ. നബിയെ, അല്ലാഹു അങ്ങേക്ക് സ്വർഗത്തിന്റെ അകത്ത് ഉന്നതമായ സ്ഥലങ്ങൾ തരുമ്പോ, ഉന്നതമായ സ്ഥാനങ്ങൾ തരുമ്പോ, ഈ റബിയ സ്വർഗത്തിന്റെ അകത്ത് കടന്നു വരുമ്പോ എന്നെ അങ്ങ് മറക്കല്ലേ നബിയേ. നബിയെ, അങ്ങയുടെ ചാരത്ത് നാളെ സ്വർഗത്തിനകത്ത് കഴിയാനാ ഈ റബിയക്ക് ആഗ്രഹമെന്ന് മഹാനായ റബിയ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിനകത്ത് കടന്നു പോകാൻ ആഗ്രഹമില്ലാത്ത ആരാ? ഈ മാലിക് ദീനാർ പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയത്. കേരളത്തിന്റെ അകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തൊരു ജില്ലയുണ്ടെങ്കിൽ അത് കാസർഗോഡ് ജില്ലയല്ലേ. കാരണം എന്താ? ഈ ഇസ്ലാമി കേരളത്തിനകത്ത് കടന്നു വരാൻ കാരണക്കാരനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മണ്ണിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ, ഈ മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ, നാളെ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഈ പാവപ്പെട്ട ഞങ്ങളെ സ്വർഗ്ഗത്തിന്റെ അകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിന്റെ അകത്ത് ഒരുമിച്ച് കൂടണം. അത് മാത്രമേ ഉള്ളൂ നബിയെ എനിക്ക് അങ്ങയോട് ചോദിക്കാം. അല്ലാഹുവിന്റെ റസൂൽ അന്തം വിട്ടു. ഇത് ചോദിച്ചപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു ഇത് ചോദിക്കുമെന്ന് പ്രവാചകൻ ഒരിക്കലും തീരുമാനിച്ചില്ല. ആ റബീഅയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ നിനക്ക് എന്നോടൊപ്പം സ്വർഗ്ഗത്തിനകത്തിരിക്കണമെങ്കിൽ, റബീഅ നിനക്ക് നാളെ എന്നോടൊപ്പം സ്വർഗ്ഗത്തിനകത്ത് ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ബികസറത്തി സുജൂദ്,
ബികസറത്തി സുജൂദ്. റബിയ സുജൂദുകൾ അധികരിപ്പിക്കൽ കൊണ്ട് നീ എന്നെ സഹായിക്കണം റബിയ. നമസ്കാരം നീ പാഴാക്കല്ല റബിയ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നിനക്ക് സ്വർഗ്ഗത്തിനകത്ത് ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് തരുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? ബികസറത്തി സുജൂദ്. ഒരുപാട് സുജൂദുകൾ ചെയ്യൽ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നീ സഹായിച്ചാൽ നാളെ ആരാരുമില്ലാത്ത ആഖിറത്തിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ പൊന്നാര നബി തങ്ങൾ കടന്നു വന്നുകൊണ്ട് നിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ. സ്വർഗത്തിന്റെ അകത്ത് പ്രവാചകനോടൊപ്പം സ്വർഗത്തിന്റെ അകത്ത് ഇരിക്കാൻ ആഗ്രഹിച്ച റബിയയോട് അള്ളാന്റെ റസൂല് പറഞ്ഞ ഒന്നാമത്തെ കടമ്പ സുജൂദ് അധികരിപ്പിക്കുക, നിസ്കാരം ഉണ്ടാകുക. പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മളാണ്. നിസ്കാരമില്ലാതെ എങ്ങനെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പോകാൻ പറ്റും? എന്റെ പ്രിയമുള്ളവർ, നിങ്ങൾക്ക് ഏത് സംഘടനയിൽ വേണോ പ്രവർത്തിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ കൊടിക്കീഴിൽ വേണോ നിങ്ങൾക്ക് അണിചേരാം. ഇതൊന്നും അല്ലല്ലോ അല്ലാഹു നാളെ ആദ്യം ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അഅമാലി അസ്സലാ. അല്ലാഹു നാളെ ആഖിറത്തിൽ ആദ്യമായി നിന്നോട് കണക്ക് ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാ. നീ നമസ്കാരം നിലനിർത്തിയവനാണെങ്കിൽ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാം. അതല്ല നമസ്കാരം പാഴാക്കിക്കൊണ്ട് ദുനിയാവിന്റെ നെറുകയിൽ അഹങ്കാരത്തോടെ ജീവിച്ചു പോയവനാണെങ്കിൽ ചെറുപ്പക്കാരാ, നിനക്ക് സ്വർഗ്ഗത്തിന്റെ അകത്ത് കടന്നു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തണേ. അല്ലാഹു ആദ്യം ചോദിക്കുന്നത് നിസ്കാരമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് റബീഅയോട് പറഞ്ഞു നിസ്കരിക്കണം. പ്രവാചകൻ അവസാനം നമ്മളോട് ചെയ്തിട്ട് പോയ വസിയത്ത് എന്താ? ലോകത്തിന്റെ നായകനീ ലോകത്തോട് വിട പറയാൻ സമയത്ത് അസ്റഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു. മുത്തുമുൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താൽ ഉപ്പായെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് ആയിഷ ബീബിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതില സക്കറാത്ത്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് പറഞ്ഞു പോയ പ്രവാചകന് ആ മരണത്തിന്റെ സമയത്ത് പോലും നമ്മളെ കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് അവസാനമായി നമ്മളോട് ചെയ്തിട്ട് പോയ വസിയത്ത് എന്താ? യാ ഉമ്മത്തി ഊസീകും ബിസ്സലാ. യാ ഉമ്മത്തി ഊസീകും ബിസ്സലാ. അല്ലയോ എന്റെ സമുദായമേ, നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കല്ലേ. കാരണം എന്താ? നമസ്കാരം നിങ്ങൾ പാഴാക്കിയാൽ നാളെ ആഖിറത്തിൽ അല്ലാഹു ഒരുപാട് ശിക്ഷകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കണേ, നിസ്കരിക്കണേ എന്നാ അല്ലാഹുവിന്റെ റസൂല് അവസാനമായി നമ്മളോട് ചെയ്തിട്ട് പോയ വസിയത്ത്. മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വസിയത്ത് നിസ്കരിക്കണമെന്നാണ്. നിസ്കാരം ഉണ്ടെങ്കിൽ പ്രവാചകനോടൊപ്പം സ്വർഗ്ഗത്തിൽ പോവാം. വെറുതെ നിസ്കരിക്കണം, വെറുതെ നിസ്കരിക്കണം. നിസ്കരിച്ചാലേ ദുനിയാവിനും അല്ലാഹു പ്രതിഫലം തരും, നാളെ ആഖിറത്തിലും പ്രതിഫലം തരും. പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രവാചക പ്രേമികളാണ്?
നിസ്കരിച്ചാൽ അള്ളാഹു ദുനിയാവിലും പ്രതിഫലം തരും, ആഖിറത്തിലും പ്രതിഫലം തരും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസി, ആരുടെയെങ്കിലും ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അക്റമഹുല്ലാഹു തആല ബിഖംസി ഖിസാൽ, അല്ലാഹു അവനെ 5 കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നതാ, ആദരിക്കുന്നതാ, സ്നേഹിക്കുന്നതാ. ആരുടെയെങ്കിലും ജീവിതത്തിൽ 5 നേരത്തെ നിസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അള്ളാഹു അവനെ 5 കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. ഏതാണെന്ന് അറിയണ്ടേ? നിസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം അറിയണ്ടേ? നമ്മൾ ഇശ നിസ്കരിച്ചവരാ, മഗ്രിബ് നിസ്കരിച്ചവരാ, അസർ നിസ്കരിച്ചവരാ, ളുഹർ നിസ്കരിച്ചവരാ. ഈ നിസ്കാരം നമ്മൾ നിലനിർത്തുമ്പോൾ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്ന് കൂടി നമ്മൾ അറിയണം. ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും അള്ളാഹു തരും പ്രതിഫലം. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം യുർഫഉ അൻഹു ദീഖൽ ഇസി. നിന്റെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും, എന്ത് വിഷമങ്ങളും, എന്ത് യാതനകളും, കഷ്ടപ്പാടുകളും, ദുരിതങ്ങളും, ദുരന്തങ്ങളും ഉണ്ടെങ്കിൽ അത് മുഴുവനും മാറിക്കിട്ടാൻ നമസ്കാരം ഏറ്റവും നല്ല മരുന്നാണെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ. നിസ്കരിച്ചാൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും, രോഗങ്ങൾ മാറ്റിത്തരും. ഇന്ന് രോഗമില്ലാത്ത ആരുമില്ല. രാവിലെ പുറത്തിറങ്ങിയാൽ നമ്മൾ ഒരുപാട് ഉമ്മാമ്മമാരെയും ഉപ്പാപ്പമാരെയും കാണാറുണ്ട്. ഇവരോട് നമ്മൾ ചോദിക്കും എവിടെ പോകുന്നെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്തെന്നറിയും? PSC ടെസ്റ്റിന് പോവുക. PSC ടെസ്റ്റ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ ടെസ്റ്റിന് പോവുക. അങ്ങനെ അവിടെ നേരെ ചെല്ലും, ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഡോക്ടർ പറയും നിങ്ങൾക്ക് ഒരു രോഗവുമില്ല. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നിങ്ങൾ നടന്നാൽ, ഒരു 4 മണിയാവുമ്പോൾ എഴുന്നേറ്റ് ഒരു 5 മണി വരെ നിങ്ങൾ നടക്കുകയോ ഓടുകയോ ചെയ്താൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും. അന്ന് വന്നിട്ട് വീട്ടിൽ കിടന്നിട്ട് 10 പ്രാവശ്യം അലാറം വെക്കും. എന്തിനാ? 4 മണിക്ക് എഴുന്നേക്കാൻ. 4 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ഓടും നമ്മുടെ അസുഖം മാറാൻ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും പറയുന്നു, നിന്റെ ജീവിതത്തിൽ സുബഹി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വന്ന് നീ നമസ്കരിച്ചാൽ നിന്റെ അന്നത്തെ ബുദ്ധിമുട്ടുകൾ പടച്ച റബ്ബ് മാറ്റിത്തരും, അന്നത്തെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരും. പക്ഷേ ഇത് ഉൾക്കൊള്ളാനുള്ള ഈമാൻ ഇതുവരെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നില്ല. നിസ്കരിച്ചാൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും, പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ. ഇനി രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, ആരുടെയെങ്കിലും ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം യുർഫഉ അൻഹു അദാബൽ ഖബരി. ആരാരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്തേക്ക് നീ ചെന്ന് കിടക്കുമ്പോ, അല്ലാഹുവേ ഇന്നലെ വരെ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു അല്ലാ, ഇന്നലെ വരെ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു അല്ലാ, എന്റെ മാതാപിതാക്കളും എന്റെ മക്കളും എന്റെ കൂട്ടുകാരന്മാരും ഇന്നലെ വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അല്ലാ. എന്നാൽ ഈ 6 അടി മണ്ണിന്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പടച്ച റബ്ബേ, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ അല്ലാ. ആരെങ്കിലും സഹായിക്കാൻ കടന്നു വന്നെങ്കിലെന്ന ആഗ്രഹത്തോട് ഖബറിന്റെ അകത്ത് നീ കിടക്കുമ്പോ അതാ കടന്നു വരികയാ. നീ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ നമസ്കാരങ്ങൾ കടന്നു വന്നുകൊണ്ട് നിന്നോട് പറയുന്നു, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, നിന്നെ സഹായിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്ത് നമസ്കാരങ്ങൾ കടന്നു വന്നുകൊണ്ട് നിന്റെ ശിക്ഷകൾ ലഘൂകരിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം യുർഫഉ അൻഹു അദാബൽ ഖബരി. ഖബറിന്റെ ശിക്ഷകൾ അല്ലാഹു ലഘൂകരിച്ചു തരും. എന്റെ പ്രിയമുള്ളവരെ,
നമ്മൾ ഖബർ കാണുമ്പോൾ എന്ത് പറയാനാ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചേ? എന്ത് പറയാനാ? എന്ത് പറയണം? ഗുഡ് ബൈ എന്ന് പറയുന്നു. എന്ത് പറയാനാ പഠിപ്പിച്ചേ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ചേരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഖബറിനെ നോക്കിയിട്ട് പറയുന്നത്. ആ ഖബറിനകത്ത് പോയി നിന്റെ രാഷ്ട്രീയ സ്വാധീനം പറയാൻ പറ്റൂ, നിന്റെ സമ്പത്തിന്റെ ആധിക്യം പറയാൻ പറ്റൂ, നിന്റെ കുടുംബ മഹിമ ആ ഖബറിനകത്ത് പോയി പറയാൻ പറ്റൂ? അറിയൂ, നബി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഫാത്തിമ ബീബിക്ക് വേണ്ടി തയ്യാറാക്കിയ ഖബറിന്റെ അടുക്കലേക്ക് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കടന്നു ചെന്നുകൊണ്ട് ആ ഖബറിനോട് സംസാരിക്കുകയാ. അതദിരി മനില്ലത്തി ജനാബിക യാ ഖബർ, ഓ ഖബറേ, ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ? അത് ചില്ലറക്കാരിയുടെ മയ്യത്തല്ല, ബിന്ത് റസൂലില്ലാ. ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ മയ്യത്താണ് ഖബറേ. തീർന്നില്ല, പടർക്കളത്തിൽ ഒരു പടക്കുതിരയെ പോലെ പാഞ്ഞോടി ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിലൂടെ കരിയില പോലെ പാറി പറപ്പിച്ച മഹാനായ അലിയാര് തങ്ങളില്ലേ? ഓ അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മയ്യത്താണ് ഖബറേ. തീർന്നില്ല, ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസനിന്റെയും ഹുസൈനിന്റെയും മാതാവാര ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മയ്യത്താണ് ഖബറേ. ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബിയുടെ ഖബറിനോട് സംസാരിക്കുമ്പോ അതാ ഓ ഖബറിന്റെ ഭാഗത്ത് നിന്നൊരു അശരീരി കേൾക്കുന്നു. മാന മൗദിഇ ഹസബിൻ വലാ നസബി. ഇവിടെ ആരും കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെ ആരും രാഷ്ട്രീയ സ്വാധീനം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെ ആരും സമ്പത്തിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട, ഇവിടെ ആരും മസിൽ പവർ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട. ആരെങ്കിലും അല്ലാഹനെ അനുസരിച്ച് അല്ലാഹനെ പേടിച്ച് അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാനൊന്ന് കരുണ ചെയ്യുന്നതാ. അതല്ല, നേരെ മറിച്ച് അല്ലാഹനെ മറന്ന്, പള്ളി മറന്ന്, നിസ്കാരം മറന്ന്, നോമ്പ് മറന്ന്, സക്കാത്ത് മറന്ന്, സ്വതഖ മറന്ന്, പാവപ്പെട്ടവനെ മറന്നുകൊണ്ട്, അഅ്മാലു സ്വാലിഹാത്തുകളെ മറന്നുകൊണ്ട്, ഖബർ മറന്നുകൊണ്ട്, സ്വർഗവും നരകവും മറന്നുകൊണ്ട്, മഹ്ശറ മറന്നുകൊണ്ട്, ദുനിയാവിന്റെ നെറുകയിൽ അഹങ്കാരത്തോടെ, അഹംഭാവത്തോടെ, അധർമ്മത്തോടെ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാനും തന്റെ ദുസ്വഭാവം കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് ഫാത്തിമ ബീവിയുടെ ഖബർ പോലും വിളിച്ചു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, സീരിയൽ നടന്മാർക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിക്കുന്ന നമ്മുടെ മയ്യത്തെങ്ങാനമാ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്ന ഓ ഖബറെന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സിനിമാ ലോകത്തിന്റെ പിറകെ പാഞ്ഞു പോയിക്കൊണ്ട് സിനിമാതരം വെക്കുന്നത് പോലെ മുടി വെക്കാൻ, സിനിമാതരം ധരിക്കുന്നത് പോലെ ഉടുപ്പ് ധരിക്കാൻ, ഫാന്റ് ധരിക്കാൻ, ചെരുപ്പ് ധരിക്കാൻ, സിനിമാതരം നടന്നു പോകുന്നത് പോലെ നടന്നു പോകാൻ വല്ലാത്ത ആഗ്രഹത്തോടെ ജീവിച്ചു പോകുന്ന നിന്റെ മയ്യത്തെങ്ങാനമാ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്ന ഓ ഖബറെന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മയ്യത്ത് ആ ഖബറിന്റെ അടുക്കൽ കൊണ്ടുചെന്നാൽ ആ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് അറിയോ? വാടാ വാ, ഒരുപാട് കാലം കൊണ്ട് ഞാൻ കാത്തിരിക്കുക, എന്നെ കാണിച്ചു തരാതെ. അള്ളാഹു നമ്മുടെയൊക്കെ ഖബറുകളെ വിശാലമാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഖബറിന്റെ അടുക്കൽ സംസാരിച്ചെന്തിനെന്നറിയും? ഖബറിന് അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല,
പക്ഷേ ഖബറിനൊരു ദുസ്വഭാവമുണ്ട്. ആരുടെ മയ്യത്ത് ഖബറിനകത്ത് കൊണ്ടുവച്ചാലും വാരിയെല്ലുകൾ തമ്മിൽ കോർക്കത്തക്ക വിധം ഖബർ ഒരു ഞെരിക്കലങ്ങ് ഞെരിക്കും. ആ ഒരു ദുസ്വഭാവം അള്ളാന്റെ റസൂലിന്റെ പൊന്നുപോലെടുക്കൽ കാണിക്കരുതെന്ന് പറയാനാ മഹാനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ അടുക്കൽ സംസാരിച്ചത്. ആ ഖബറിന്റെ ഭാഗത്ത് നിന്ന് കേട്ട അശരീരിത. അങ്ങനെയുള്ള ഖബറിനകത്ത് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ 5 നേരത്തെ നിസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഇനി ഇത് 2ാമത്തെ പ്രതിഫലം. ഇനി 3ാമത്തെ പ്രതിഫലം. വെറുതെ നിസ്കരിച്ചാൽ പോരല്ലോ, പ്രതിഫലം എന്തെന്നുകൂടി നമ്മൾ അറിയണ്ടേ. 3ാമത്തെ പ്രതിഫലം. 3ാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന 3ാമത്തെ പ്രതിഫലം വയുഅതീഹി കിതാബഹു ബിയമീനിഹി. നിന്റെ കിതാബില്ലേ, ഏത് കിതാബെന്നറിയോ? മാ യൽഫിദു മിൻ ഖൗലിന ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും അറിയാതെ ഒരു നന്മ പോലും ഒരു തിന്മ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല മുസ്ലിമേ. അങ്ങനെ അവരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന നിന്റെ കിതാബില്ലേ, ഓ കിതാബ് നിന്റെ വലങ്കയിൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ. 3ാമത്തെ പ്രതിഫലം എന്താ? നമ്മുടെ കിതാബ് അല്ലാഹു വലങ്കയിൽ തരും. ഏത് കിതാബാ? നമ്മുടെ വലതേ ചുമലിലും ഇടതേ ചുമലിലും ഇരിക്കുന്ന 2 മലക്കുകൾ അവര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബ്. ഒരു തെറ്റും വിടില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആ കിതാബ് വാങ്ങിച്ചിട്ട് വായിക്കുന്നൊരവസ്ഥയെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖാലൂ യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവേ, ആരും അറിയാതെ പാതിരായുടെ നിസയിൽ ഞാൻ ചെയ്തു കൂട്ടിയ പാപം പോലും ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലാ. അല്ലാഹുവേ, എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. ഓ സമയത്ത് ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട എന്റെ കാമുകനോട് സംസാരിച്ചത് എന്റെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല, എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, എന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. എന്നാലും അല്ലാ, ഓ തെറ്റുപോലും ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലാ. ഇത് എന്തോരു കിതാബാ, ഇതെന്തോരു കിതാബാ. ആ കിതാബ് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ വായിക്കുന്നൊരവസ്ഥ. അല്ലാഹുവേ, പാതിരായുടെ നിശയിൽ ആരും അറിയാതെ ചെയ്ത തെറ്റുപോലും ഇതിനകത്തുണ്ടല്ലോ റബ്ബേ. ഇതെന്തോരു കിതാബ്. അങ്ങനെയുള്ള കിതാബ് നിന്റെ വലങ്കയിൽ കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഇനി 4ാമത്തെ പ്രതിഫലം. 4ാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന 4ാമത്തെ പ്രതിഫലം വയമുറു അല സിറാത്തികൽ ബർഖിൽ ഖാതിഫീ. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് അല്ലാഹുവേ, എന്നെ എന്ന് രക്ഷപ്പെടുത്താൻ ആരെന്ന ചിന്തയോടെ നീ അതാ നിൽക്കുമ്പോ അതാ നിന്റെ നമസ്കാരങ്ങൾ കടന്നു വന്നുകൊണ്ട് നിന്റെ കൈപിടിച്ചുകൊണ്ട് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. ഈ സിറാത്ത് എങ്ങനെയാണെന്ന് അറിയൂ? നമ്മളൊക്കെ ഇതിലൂടെ വലിയ പാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ, അതുപോലത്തെ പാലമാണ്. ഇവിടെ ഈ കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ട് കാസർഗോഡ് വരുന്നതിന് മുമ്പ് ഒരു പാലമുണ്ട്. ട്രെയിനിൽ വരുമ്പോഴേ ഒരു പാലമുണ്ട്, കീഴൂർ പാലം. ആ പാലത്തിൽ ട്രെയിൻ കയറുമ്പോ വല്ലാത്തൊരു പേടിയാണ്. അല്ലാഹു, ഇതെല്ലാം ഇടിഞ്ഞിപ്പോ തറയിലോട്ട് വീഴും. വല്ലാതൊരു കുടുക്കവും വല്ലാത്തൊരു ചലനവും ഒക്കെ ആ ട്രെയിനിനകത്തിരിക്കുമ്പോ. അതുപോലത്തെ പാലമാണ്. ആ പാലത്തിൽ കയറുമ്പോ പോലും നമുക്ക് പേടിയാണ്. അല്ലാഹു ഈ പാലത്തെ ഇത് എവിടെയാ പടച്ചു വെച്ചിരിക്കുന്നറിയും? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഹുവ
ജിസ്റുൻ മൻസൂബുൻ അലാ മത്തിനി ജഹന്നമ. ജഹന്നമിന്റെ മുകളിലൂടെ അല്ലാഹു നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ്. പാലമാ നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ്. ഈ പാലം അല്ലാഹു എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവിടെ പാലം ഉണ്ടാക്കണമെങ്കിൽ കമ്പി വേണം, സിമന്റ് വേണം, മെറ്റില് വേണം, മണല് വേണം. അവിടെ പാലം ഉണ്ടാക്കാൻ എന്ത് വേണം? നിന്നെ അങ്ങോട്ട് പിടിച്ചു നിർത്തും. എന്നിട്ട് നിന്റെ തലയിൽ നിന്നൊരു മുടിയെടുക്കും, 7 ആയിട്ട് കീറും. അപ്പൊ ചിലര് പറയും, ഉസ്താദെ ഞാൻ രക്ഷപ്പെട്ടു, കാരണം ജനിച്ചപ്പോഴേ ഞാൻ കഷണ്ടിയാണല്ലോ, അള്ളാഹു എവിടെ നിന്ന് മുടിയെടുക്കുമെന്ന് എനിക്കൊന്നറിയാം. ഇതൊന്നും അവിടെ പോയി പറയാൻ പറ്റില്ല. നിന്നെ പിടിച്ചു നിർത്തി നിന്റെ തലയിൽ നിന്നൊരു മുടിയെടുത്ത് 7 ആയിട്ട് കീറിയിട്ട് അള്ളാഹു ഇട്ട് തരും. എന്നിട്ട് പറയും, ദോ ആ കാണുന്നതാണ് സ്വർഗം, ഇതിലൂടെ കയറി ആ കഴിഞ്ഞ് അവിടെ പോയാൽ നിനക്ക് സ്വർഗമുണ്ട്. ദോ ആ കാണുന്ന കുഴി നരകമാണ്, ഇതിനകത്ത് കയറി പൊട്ടിയടിച്ച് ആ കുഴിക്കകത്തേക്ക് വീണുപോയാൽ അത് നരകമാണ്, അതിന് ഞാൻ ഉത്തരവാദിയാണ്. ഈ പാലത്തിന്റെ അകത്ത് നമ്മുടെ കാലെടുത്ത് വെക്കുമ്പോ എന്തൊരു അവസ്ഥയെന്നറിയൂ? വല്ലാത്ത ചർക്കല, വല്ലാത്ത വഴുവഴുപ്പ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സിമന്റ് തറ ഉണ്ടായിരുന്നല്ലോ, സിമന്റ് തറ. ഈ സിമന്റ് തറ മഴ പെയ്ത് പായല് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പായലെന്ന് പറഞ്ഞാൽ അറിയാലോ, പായല് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് നമ്മൾ അറിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയിറങ്ങിയാൽ ചറുക്കിയടിച്ച് വീഴാറുണ്ട്. അതുപോലെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലേക്ക് നിന്റെ കാലെടുത്ത് വെക്കുമ്പോ വല്ലാത്ത ചറുക്കല. പിന്നെയോ വാളിനേക്കാൾ മൂർച്ചയുണ്ടാകും ആ പാലത്തിൽ. കുറ്റിരിട്ട ഒന്നും കാണാൻ വയ്യ. അങ്ങനെയുള്ള സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ ആർക്കെങ്കിലും മിന്നൽ വേഗത്തിൽ കടന്നുകൊണ്ട് അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. 4ാമത്തെ പ്രതിഫലം അതാ. ഇനി 5ാമത്തെ പ്രതിഫലം. 5ാമതായി അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ, നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന 5ാമത്തെ പ്രതിഫലം വയുദ്ഖലുൽ ജന്നത ബിഗൈരി ഹിസാബ്. വയുദ്ഖലുൽ ജന്നത ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഒരു വിചാരണയും കൂടാതെ കടന്നു പോകാം. അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചറബ് നിന്നെ വിളിക്കുകയാ, നമസ്കരിച്ചവനാണോ? പേടിക്കണ്ട, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, കടന്നു പൊക്കൊള്ളൂ. ആ സ്വർഗ്ഗത്തിന്റെ അകത്ത് കടന്നു പോകാൻ അല്ലാഹു നമ്മളോട് പറയുന്നതാ. 5ാമത്തെ പ്രതിഫലം വയുദ്ഖലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഒരു വിചാരണയില്ല. അള്ളാഹു വിളിച്ചിട്ട് പറയും, നിസ്കരിച്ചല്ലോ, ഞാൻ പറഞ്ഞതനുസരിച്ച് നിസ്കരിച്ച് ജീവിച്ചല്ലോ, പൊയ്ക്കോ സ്വർഗത്തിലേക്ക്. അള്ളാഹു ആ ഒരു വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇത് നിസ്കരിച്ചവർക്കുള്ള പ്രതിഫലമാണെങ്കിൽ ഇനി നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ അറിയണ്ടേ? പ്രതിഫലം അറിയുമ്പോ അതിന്റെ ശിക്ഷയും കൂടെ അറിയണമല്ലോ. വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരി മജ്‌ലിസിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിസ്കാരം തുടങ്ങിക്കും. അല്ലെങ്കിൽ പെണ്ണിന്റെ നാട്ടിൽ പോയി നാണം കെടേണ്ടി വരും. ഒരു 3 സഹോദരന്മാരൊരു നാട്ടിലുണ്ടായിരുന്നു. അവര് നല്ല ദീനീ സ്പിരിറ്റുള്ള, നല്ല നിസ്കാരമുള്ള, നല്ല അമലൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഇവർക്ക് ആകെ കൂടി ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു. പെങ്ങളെന്ന് പറഞ്ഞാൽ അറിയാലോ, പെങ്ങള്, സഹോദരി, ഒരു പെങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ പെങ്ങളെ വിവാഹം കഴിക്കുന്ന പുതിയാപ്പണ നല്ല നിസ്കാരമുള്ളവനായിരിക്കണം, നല്ല അമലൊക്കെ ചെയ്യുന്നവരായിരിക്കണം എന്നവര് ധരിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞു, ഇവരുടെ ധാരണ മുഴുവനും തെറ്റി. ഇവൻ പള്ളിയുടെ പടി കണ്ടിട്ടില്ല. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് പാർട്ടികളുണ്ടല്ലോ, RSP, PSP, JSP. ഇപ്പൊ ഒരു പുതിയ പാർട്ടിയുടെ വന്നിട്ടുണ്ട്, NSP. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല. RSP എന്ന് പറഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ പാർട്ടി, റമദാന് മാത്രം പള്ളിയിൽ വരും. PSP എന്ന് പറഞ്ഞാൽ പെരുന്നാൾ സ്പെഷ്യൽ പാർട്ടി, പെരുന്നാൾ നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ. JSP എന്ന് പറഞ്ഞാൽ ജുമുഅ സ്പെഷ്യൽ പാർട്ടി, ജുമുഅ നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ വരും. ഇപ്പൊ ഒരു പുതിയ പാർട്ടിയുടെ വന്നിട്ടുണ്ട്, NSP, നബിദിന സ്പെഷ്യൽ പാർട്ടി, നബിദിനത്തിന് ചോറ് വാങ്ങിക്കാൻ മാത്രം പള്ളിയിൽ വരും. ഈ പറഞ്ഞ ഒരു പാർട്ടിയിലും അളിയലില്ല. നീ ഇപ്പൊ ഇവനെ തരാക്കെല്ലാനും പറ്റില്ലല്ലോ. അങ്ങനെ അളിയനെ വിളിച്ചിട്ട് അളിയന്മാരെല്ലാടെ പറഞ്ഞു, അളിയാ, നമ്മുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പുണ്ട്. വിവാഹം കഴിഞ്ഞ് വരുന്ന പുതിയാപ്പള ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു പാട്ട് പാടണം. അളിയൻ പറഞ്ഞു, അല്ലാഹുനാണ് റഹ്മാനാണ്, എനിക്ക് പാട്ടെന്ന് പറഞ്ഞൂടെ, നിങ്ങൾ കുഴപ്പിക്കരുത്. അളിയന്മാര് പറഞ്ഞു, പാടിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് പോകും, അഭിമാനം പോകും. പാട്ടൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരാം, പാടേണ്ട സമയവും പറഞ്ഞു കൊടുക്കാം. പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് പാടേണ്ട സമയവും പറഞ്ഞു കൊടുത്തു. എപ്പോഴാ പാടേണ്ട സമയം?
ഇമാം അവറുകൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബയൊക്കെ ഓതിയിട്ട് നേരെ മിഹ്റാബിലോട്ട് കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി. എന്നിട്ട് ഉസ്താദ് അവറുകൾ കുറച്ചു നേരം മിണ്ടാതെ നിൽക്കും. അപ്പൊ അളിയൻ വിചാരിച്ചോളണം അളിയന് പാടാനുള്ള സമയമായി. അങ്ങനെ അളിയൻ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അളിയന്റെ വലത് ഭാഗത്തേക്കുന്ന മുക്രി ഇടത് കൈ കൊണ്ട് ഒരു ഇടി തരും. അപ്പൊ അളിയൻ വിചാരിച്ചോളണം അകം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, എത്തിക്കൂടെ ഉറക്കെ പാടണം. അങ്ങനെ അളിയൻ വീണ്ടും പാടുമ്പോ അളിയന്റെ ഇടത് ഭാഗത്തേക്കുന്ന നാട്ടിലെ ഒരു പാവപ്പെട്ട കാരണവർ അദ്ദേഹം വലത് കൈ കൊണ്ട് ഒരു ഇടി തരും. അപ്പൊ അളിയൻ വിചാരിച്ചോളണം പുറം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, എത്തിക്കൂടെ ഉറക്കെ പാടും. അങ്ങനെ അളിയനെ പഠിപ്പിച്ച് സെറ്റപ്പാക്കി കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നേരെ കൊണ്ടുവന്ന് ഫ്രണ്ട് സഫീരുത്തി. ഉസ്താദ് അവറുകൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബയൊക്കെ ഓതിയിട്ട് നേരെ മിഹ്റാബിലോട്ട് കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി. എന്നിട്ട് ഉസ്താദ് അവറുകൾ കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുമല്ലോ. എന്തിനാ മിണ്ടാതെ നിൽക്കുന്നത്? എന്തിനാ മിണ്ടാതെ നിൽക്കുന്നത്? അറിഞ്ഞൂടാത്ത ചെറുപ്പക്കാരുണ്ടായി പെട്ടെന്ന് പഠിച്ചോ വജ്ജഹത്ത് ഓതാ. അളിയൻ വിചാരിച്ചു അളിയന് കലാപരിപാടി തുടങ്ങാനുള്ള സമയമായി. അളിയൻ പാടി ആകാശം ഭൂമി പടച്ചവനല്ലാഹ്. അളിയന്റെ വലത് ഭാഗത്ത് നിന്ന് മുക്രി അല്ലാഹുവേ റഹ്മാനെ ഈ കാട്ടുപോത്ത് എവിടെ നിന്നാടാ കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു ഒരൊറ്റ. അളിയൻ വിചാരിച്ചു അകം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, എത്തിക്കൂടെ ഉറക്കെ പാടണം. അളിയൻ പാടി ആകാശം ഭൂമി പടച്ചവനല്ലാഹ്. അളിയന്റെ ഇടത് ഭാഗത്ത് നിന്ന് നാട്ടിലൊരു പാവപ്പെട്ട കാരണവര് ഹജ്ജിന് പോകാൻ പോലും പൈസയില്ല. അല്ലാഹുവേ റഹ്മാനെ ഇത് പാവപ്പെട്ടവരുടെ ഹജ്ജാണല്ലോ തമ്പുരാനെ, ഇതുപോലും ഈ പഹയന്മാര് നേരെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഒരൊറ്റ ഇടി. അളിയൻ വിചാരിച്ചു പുറം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, എത്തിക്കൂടെ ഉറക്കപ്പാടെന്ന്. അളിയൻ പാടി ആകാശം ഭൂമി പടച്ചവനല്ലാഹ്. അങ്ങനെ അന്ന് വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കാമെന്ന് എല്ലാവരുടെ ജുമുഅയും ഈ ഒരു അളിയൻ കാരണം ഖറാബായി, ബാത്തിലായി. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരാ, നിസ്കാരം കളിയല്ല കളിയല്ല. സൂറത്തുൽ ഫലഖ് അവതീർണമായ വേളയിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് നബിയോട് ചോദിക്കുന്നു, നബിയേ മൽ ഫലഖു യാ റസൂലല്ലാഹ്. നബിയേ ഫലഖിനോട് കാവൽ ചോദിക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തല്ലോ നബിയേ. ഈ ഫലഖ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഹിയ ബിറും ഫീ ജഹന്നമ. അത് ജഹന്നം എന്ന് പറയുന്ന നരകത്തിലെ ഒരു പൊട്ട കിണറാണ് അനസേ. ഓ കിണറിന്റെ വിശേഷണം എന്തെന്നറിയോ? ലൗ താറ തായിറുൻ അൽഫസന. വിഹായസിന്റെ മാർവിടത്തിലൂടെ പാറി പറക്കുന്ന പക്ഷിപരവാദികളിൽ നിന്നും ഒരെണ്ണമെങ്ങാനും ഓ കിണറിന്റെ അടിയിലേക്ക് പറന്നു പോയാൽ 1000 വർഷം പറന്നാലും അതിന്റെ അടിയിലേക്ക് എത്താൻ കഴിയില്ല അനസേ. അത്രത്തോളം ആഴമാടാ, ഗരുതമാടാ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, മൻ ഹിയൽ അദാബു യാ റസൂലല്ലാഹ്. നബിയേ ഇത്രത്തോളം ഭീമമായ ഭീമാകാരമായ ഭീമത്സകമായ ശിക്ഷ ആർക്കുള്ളതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, താരിഖി സ്വലാ മഅ സിഹത്തിൽ ബദനി. കൈകാലുകൾക്കും ശരീരത്തിനും ആരോഗ്യമുള്ളതോടൊപ്പം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേട്ടിട്ട് അതിനുത്തരം കൊടുക്കാതെ പള്ളിയുടെ മുമ്പിലൂടെ അഹങ്കാരത്തോടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിന്നെപ്പോലെ നമസ്കരിക്കാത്തവരെ കൊണ്ടിടാൻ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടക്കിണറാ. നിസ്കരിക്കാത്തവരെ കൊണ്ടിടാൻ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിണറാ ഫലഖ് എന്ന് പറയുന്ന കിണർ. നമ്മളൊക്കെ എന്ന് ഓതുന്ന സൂറത്താ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അല്ലാഹുവേ ഞാൻ ഫലഖിനോട് കാവൽ തേടുന്നു. ഇതാണ് ഫലഖ്. ആ കിണറിന്റെ അകത്തേക്ക് നമ്മൾ വീണുപോയാൽ 1000 വർഷം കഴിഞ്ഞാലും അതിന്റെ അടിയിലേക്ക് എത്താൻ കഴിയില്ല. അത്രത്തോളം ആഴമുണ്ട്, അത്രത്തോളം ഗർദമുണ്ട് ആ കിണർ. ഈ പോകുന്ന വഴിയിലൊക്കെ നിന്നെ പിടിച്ചു തിന്നാൻ നരകത്തിന്റെ വിഷം ചീറ്റുന്ന പാമ്പുകളും തേളുകളും ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്.
അപ്പൊ ഇതുപോലുള്ള മാരകമായ ശിക്ഷകളിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിസ്കാരം ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഇനി ഖുർആൻ പറഞ്ഞൊരു സ്ഥലം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. നബിയെ, അങ്ങയുടെ കാലഘട്ടത്തിന്റെ ശേഷം ഒരു വിഭാഗം ആൾക്കാർ ഈ ദുനിയാവിന്റെ നെറുകയിൽ കടന്നു വരും നബിയെ. അവരുടെ വിശേഷണം എന്തെന്നറിയോ? അവര് നമസ്കാരം പാഴാക്കുന്നവരാ. അവരുടെ ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്നവരാ. അങ്ങനെയുള്ളവര് അവര് എന്ന് പറയുന്ന സർവനാശം കണ്ടുമുട്ടുക തന്നെ ചെയ്യും നബിയേ. നിസ്കരിക്കാത്തവരും ശരീരം ആഗ്രഹിക്കുന്ന മുഴുവൻ തെറ്റുകളും ചെയ്യുന്നവര് വയ്യ് എന്ന് പറയുന്ന നരകം കണ്ടുമുട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. നമ്മൾ വയ്യെന്ന് ഒരുപാട് കാലം കൊണ്ട് കേൾക്കണല്ലോ. ഈ വയ്യെന്ന് പറഞ്ഞാൽ എന്തെന്നറിയും? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ വയ്യു വാദിൻ ഫീ ജഹന്നമ. വയ്യെന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു മലഞ്ചെരുവാ. ആ മലഞ്ചെരുവിന്റെ അകത്ത് വീണുപോയവരുടെ അവസ്ഥ എന്തെന്നറിയോ? തസ്തഈദു മിൻഹു കുല്ല യൗമിൻ അൽഫ മറ. എന്ന് പറയുന്ന നരകത്തിന്റെ അകത്ത് വീണുപോയവര് ഓരോ ദിവസവും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ട് 1000 പ്രാവശ്യം കരങ്ങളെ ഉയർത്തിയിട്ട്, അല്ലാഹുവേ, ഈ നരകത്തിന്റെ ചൂടനെ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല അല്ലാ. ഈ നരകത്തിന്റെ ചൂടനെ കൊണ്ട് താങ്ങുന്നില്ല പടച്ച റബ്ബേ. അതുകൊണ്ട് എന്നെ ഒന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അല്ലാഹുവിനോട് കേണപേക്ഷിക്കുമ്പോ പടച്ച റബ്ബ് അവരോട് പറയുകയാ, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. എടാ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ, നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം, സക്കാത്ത് കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അത് മുഴുവനും പാടെ തിരസ്കരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ ജീവിച്ചവനല്ലേ. അതുകൊണ്ട് അനുഭവിച്ചോടാ എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നതാ. ഈ വയ്യെന്ന് പറയുന്ന നരകത്തിന്റെ അകത്ത് കിടന്നിട്ട് നമ്മൾ പടച്ച റബ്ബിനോട് വിലപിക്കുമ്പോ അല്ല പറയും, എടാ, നിന്നോട് ഞാൻ അന്നേ നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ലേ. ആ നിസ്കാരം പാഴാക്കിക്കൊണ്ട് നീ ദുനിയാവിൽ അഹങ്കാരത്തോടെ ജീവിച്ചിട്ട് ഇവിടെ വന്ന് വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു നമ്മളോട് പറയും. അപ്പോ പ്രവാചകനോടൊപ്പം സ്വർഗത്തിനകത്ത് ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ആദ്യം നിസ്കാരം വരട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഇനി എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടതെന്ന് നമ്മള് ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ 4 കാരണങ്ങൾ വേണം. 1 ജമാല്, 2 കമാല്, 3 ഖറാബത്ത്, 4 ഇഹ്സാൻ. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നത്. ജമാല്, സൗന്ദര്യം. നല്ല സൗന്ദര്യമുള്ളൊരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ വല്ലാതെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ ചെറുപ്പക്കാരൊക്കെ 60 വയസ്സ് തികഞ്ഞിട്ടും സൗന്ദര്യത്തിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയെ വല്ലാതെ മനസ്സിനകത്ത് താലോലിക്കുന്നത്. സൗന്ദര്യം കണ്ടുകൊണ്ടാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സൗന്ദര്യത്തിന്റെ പേരിൽ ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അള്ളാന്റെ റസൂലിനെ ആയിരിക്കും. സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവാചകനുണ്ട്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. എന്തോരു സൗന്ദര്യമാ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു എന്തോരു സൗന്ദര്യമാ കൊടുത്തതെന്നറിയോ? അമ്പിളിയോ വാർമഴവില്ലോ ഇമ്പപ്പുമേനീലെന്തോരു ചന്തം അഴകൊഴുകും യൂസുഫ് നബിയെ മോഹിച്ച സുലൈഖ ബീവി.
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയ ഈജിപ്തിന്റെ രാജ്ഞിയായ സുലൈഖാ ബീബി റളിയല്ലാഹു അൻഹാ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയി യൂസുഫ് നബി അലൈഹിസ്സലാമയെ സ്നേഹിച്ചപ്പോ അവിടെയുള്ള തോഴിമാര് വന്നുകൊണ്ട് സുലൈഖയോട് പറയുന്നു, എന്തോരു നാണക്കേടാ, ഇവിടെ ജയിലറക്കകത്ത് കഴിയുന്ന അടിമയായ യൂസുഫിനെ ഇഷ്ടപ്പെടാൻ ഈ രാജ്ഞിക്ക് എന്തോരു നാണക്കേടാ. ഓ സമയത്ത് സുലൈഖാ ബീവി റളിയല്ലാഹു അൻഹാ എന്തുകൊണ്ടാ ഞാൻ യൂസുഫ് നബി അലൈഹിസ്സലാമയെ സ്നേഹിച്ചു പോയതെന്ന് തന്റെ തോഴിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടൊരു റൂമിനകത്ത് ഇരുത്തിയിട്ട് അവരുടെ കൈകളിലേക്ക് ഒരു ആപ്പിള് കൊടുത്തു, എന്നിട്ടൊരു കത്തിയം കൊടുത്തു. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയെ മിന്നൽ വേഗത്തിൽ ആ റൂമിലൂടെ കടത്തുമ്പോ അവര് പറയുകയാ, മാ ഹാദാ ബശറുൻ ഇല്ലാ മലക്കുൻ കരീം, ഇത് മനുഷ്യനല്ല, ഇത്രത്തോളം സൗന്ദര്യമുണ്ടെങ്കിൽ അത് മലക്കാ. ഓ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയ രാജ്ഞി ഈജിപ്തിന്റെ പെണ്ണുങ്ങള് അവരുടെ കൈവിരലാ മുറിച്ച് മാറ്റിയതെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, എന്റെ പ്രവാചകന്റെ നെറ്റിത്തടമെങ്ങാനും ഓ ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടിരുന്നെങ്കിൽ അവിടെ കൈവിരല് മുറിച്ച് മാറ്റുന്നതിന് പകരം അവരുടെ കൈ തന്നെ മുറിച്ച് മാറ്റിയനേ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി പറയുന്നു, ഈജിപ്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവരുടെ കൈവിരൽ മുറിച്ച് മാറ്റിയെങ്കിൽ എന്റെ പ്രവാചകന്റെ നെറ്റിത്തടത്തിന്റെ സൗന്ദര്യമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ അവർ കൈവിരൽ മുറിക്കുന്നതിന് പകരം അവരുടെ കൈ തന്നെ മുറിച്ച് മാറ്റിയനെ. അത്രത്തോളം സൗന്ദര്യമുണ്ട് എന്റെ പ്രവാചകൻ അത്രത്തോളം സൗന്ദര്യമുണ്ട്. അതുകൊണ്ടല്ലേ ആയിഷ ബീവി പറഞ്ഞത്, രാത്രി എങ്ങാനും ഞാൻ തച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സൂര്യ നിലത്ത് വീണാൽ അവിടെ എനിക്ക് വിളക്കിന്റെ ആവശ്യമില്ല, മെഴുകുതിരിയുടെ ആവശ്യമില്ല. എന്റെ പ്രവാചകൻ കടന്നു വന്നാൽ ആ പ്രവാചകന്റെ സൗന്ദര്യത്തിന്റെ പ്രഭ കൊണ്ട് ആ സൂചി ഞാൻ കണ്ടെടുക്കുമായിരുന്നു എന്ന് മഹതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ അള്ളാന്റെ റസൂല് സൗന്ദര്യം കൊണ്ട് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് പ്രവാചകനെ ആയിരിക്കും. അത്രത്തോളം സൗന്ദര്യം അല്ലാഹു കൊടുത്തു. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രവാചകനെ കുറിച്ച് പറയുന്നു, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബസ്സിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബിയെ, ഞാൻ അങ്ങയെ ലോകത്തേക്ക് പറഞ്ഞയച്ചത് പ്രകാശിക്കുന്ന ഒരു വിളക്കായിട്ടാണ് നബിയേ. അത്രത്തോളം സൗന്ദര്യത്തിന്റെ പ്രതീകമായ പ്രവാചകന് സൗന്ദര്യത്തിന്റെ പേരിൽ നീ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അതല്ലാന്റെ റസൂലിനെ ആയിരിക്കണം മുസ്ലിമേ. ഒന്നാമത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് സൗന്ദര്യത്തിന്റെ പേരിലാണ്. ഇനി രണ്ടാമത് കമാല്, വ്യക്തിത്വം. നല്ലൊരു വ്യക്തി, ആ മനുഷ്യനെ നമ്മൾ വല്ലാതെ ആദരിക്കും, സ്നേഹിക്കും. അങ്ങനെ വ്യക്തിത്വത്തിന്റെ പേരിൽ നീ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അള്ളാന്റെ റസൂലിനെ ആയിരിക്കണം. കാരണം അള്ളാഹു ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത കഴിവ് അള്ളാന്റെ റസൂലിന് കൊടുത്തു. മഹാനായ ആദം നബി അലൈഹിസ്സലാമയെ കുറിച്ച് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അല്ലമ ആദമൽ അസ്മാ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാമയ്ക്ക് ലോകത്ത് വരാനുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും പടച്ചറബ് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ അത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു പറഞ്ഞു കൊടുത്തിരുന്നു. ആദം നബി അലൈഹിസ്സലാമയ്ക്ക് ലോകത്ത് വന്നതും ഇനി വരാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അത് മുഴുവനും അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം, ആനായ സുലൈമാൻ നബി അലൈഹിസ്സലാമയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നു, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. മഹാനായ ദാവൂദ് നബി അലൈഹി
അലൈഹിസ്സലാമയ്ക്കും സുലൈമാൻ നബി അലൈഹിസ്സലാമയ്ക്കും അല്ലാഹു ലോകത്തുള്ള മുഴുവൻ വിജ്ഞാനവും പഠിപ്പിച്ചു കൊടുത്തു എന്നാ അല്ലാഹുവിന്റെ റസൂലിന് അതിനേക്കാളും വിജ്ഞാനം അല്ലാഹു പറഞ്ഞു കൊടുത്തിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമയ്ക്ക് ലോകത്ത് മുഴുവനുമുള്ള ജീവജാലങ്ങളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പ്രവാചകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അത് മുഴുവനും കൊടുത്തു. അതുകൊണ്ടല്ലേ വറാവദതുൽ ജിബാലു സുമ്മ മിൻ ദഹബി അം നഫ്സി ഫറാഹാ അയ്യമാ സമമി فأكدت زهده بها ضرورته إن الضرورة لا تعدو عليه سمي. മാമലകളില്ലേ, കുന്നുകളില്ലേ, പർവ്വതങ്ങളില്ലേ, മരങ്ങളില്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് നബിയോട് പറയുന്ന നബിയേ, ഈന്തപ്പന മരത്തിന്റെ ഓലയിൽ കിടന്നിട്ട് അങ്ങയുടെ മുതുകിൽ കാണുന്ന പാട് കണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് സഹിക്കുന്നില്ല നബിയേ. അതുകൊണ്ട് ഞങ്ങൾ സ്വർണമാകട്ടെയോ നബിയേ, ഞങ്ങളുടെ സമ്പത്താകട്ടെയോ നബിയേ. ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് اللهم احيني مسكينا وامتني مسكينا واحشرني في زمرة المساكين. അല്ലാഹുവേ, എന്നെ ഒരു പാവപ്പെട്ടവനായിട്ട് ജീവിപ്പിക്കണേ അല്ലാഹ്. പാവപ്പെട്ടവനായിട്ട് തന്നെ ഈ ലോകത്ത് നിന്ന് നീ എന്നെ വഫാത്താക്കണേ അല്ലാഹ്. നാളെ നിന്റെ ആഖിറത്തിൽ പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും പ്രവാചകന്റെ മുമ്പിൽ വന്ന് സംസാരിച്ചിരുന്നു. എല്ലാ വസ്തുക്കളും, കല്ലുകള്, മലകള്, കുന്നുകള്, വൃക്ഷങ്ങൾ, ഇത് മുഴുവനും പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പ്രവാചകനോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ വ്യക്തിത്വത്തിന്റെ പേര് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ ആയിരിക്കും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവുമായി സംസാരിക്കാനുള്ള അവസരം കിട്ടി. വകല്ലമല്ലാഹു മൂസാ തക്ലീമ. അല്ലാഹുവുമായി സംസാരിക്കാനുള്ള ഒരു അവസരം മൂസാ നബിക്ക് കിട്ടി. എന്നാൽ നമ്മുടെ പ്രവാചകന് കിട്ടിയതോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുമായിരുന്നു, അല്ലാഹുവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലാ. അല്ലാഹു മൂസാ നബിയോട് പറയുന്നു, മൂസാ, തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു വരൂ മൂസാ, നിനക്കെന്നെ കാണാമെന്ന് പറയുമ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാ. എന്തിനു വേണ്ടി എന്നറിയോ? പടച്ച റബ്ബിനെ കാണണമെന്ന ആഗ്രഹത്തോടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോ അതാ തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ പടച്ച റബ്ബിന്റെ പ്രകാശത്തിന്റെ ഒരു രശ്മി പതിഞ്ഞപ്പോ തൂർ സീനാ പർവ്വതം മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ ധൂളികളായെങ്കിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ നൂറിൽ ഒരു അംശം പ്രകാശം കണ്ടപ്പോ ഫഖറ മൂസാ സുഇഖാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി നിലത്ത് വീണെങ്കിൽ അല്ലാഹു ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീൽ, എന്റെ പ്രവാചകനെ വിളിച്ചു കൊണ്ടുവരൂ ജിബ്രീൽ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ മഹാനായ പ്രവാചകനെ കൊണ്ടുപോകുകയാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മഹാനായ പ്രവാചകനെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുകയാ. ഏഴാകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹയും കടന്ന് അതാ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലേക്ക് എത്തുമ്പോ ജിബ്രീൽ പിന്മാറുകയാ. ഇനി വരാൻ കഴിയില്ല പ്രവാചകരെ, ഇനി വരാൻ കഴിയില്ല പ്രവാചകരെ. ആരാ പറയുന്നതെന്നറിയോ? മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ
അള്ളാന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ഇനി എന്നെ കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള കഴിവില്ല നബിയേ, അതുകൊണ്ട് അങ്ങ് പോണം നബിയേ. ദഅനി തഖദ്ദമ യാ ഹബീബി ലാ തഖാഫ് അബ്സിർ തുനാസി റബ്ബകൽ ഖയ്യൂമ. അങ്ങ് പോണം നബിയേ, എന്നിട്ട് അല്ലാഹുമായി സംസാരിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് കടന്നുപോയി. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അല്ലാഹുവും പ്രവാചകനും അമ്പും വില്ലും ഏതുപോലെ ഇരിക്കുമോ അതിനെക്കാളും പ്രവാചകനും അല്ലാഹുമായി അടുത്തിരുന്നുകൊണ്ട് സംസാരിച്ചു. ഈ ഒരു സംഭവത്തെ കുറിച്ച് പുത്തൽവാദികൾ പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവാ കടന്നുപോയത്, ശരീരമല്ല കടന്നുപോയെന്ന് പറയുന്ന പുത്തൽവാദികളെ നിങ്ങൾ പഠിച്ചോ. അല്ലാഹു പോലും അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുമ്പോ പ്രവാചകനെ താറടിക്കാൻ കടന്നു വന്ന സമൂഹമേ അല്ലാഹു കാക്കട്ടെ. നാളെ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിനകത്ത് കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ള അന്യ സമുദായത്തിന്റെ ഇടയിൽ പോലും പ്രവാചകനെ നിരുത്സാഹപ്പെടുത്തുന്ന മോശമാകുന്ന രീതിയിൽ ഓരോരുത്തരും കടന്നു വരുമ്പോ നബിയേ അങ്ങയെ കുറിച്ച് ആരെല്ലാം എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിനകത്ത് അങ്ങ് എന്നും രാജകുമാരനെ പോലെ പ്രശോഭിക്കും നബിയേ. ആ പ്രവാചകൻ പോയി അല്ലാഹുവിന്റെ അടുക്കൽ സംസാരിച്ചു. വ്യക്തിത്വത്തിന്റെ പേരിൽ നമ്മൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ ആയിരിക്കും. ഏറ്റവും വലിയ വ്യക്തി പ്രവാചകൻ, അത് കഴിഞ്ഞിട്ടേ ലോകത്താരും. ഇനി മൂന്നാമത്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ തിരഞ്ഞെടുക്കുന്ന മൂന്നാമത്തെ കാരണം ഖറാബത്ത്, കുടുംബ ബന്ധം. നമ്മുടെ പിതാവിനോട് നമുക്ക് വലിയ സ്നേഹമാണ്, നമ്മുടെ മാതാവിനോട് നമുക്ക് വലിയ സ്നേഹമാണ്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ കുടുംബക്കാരോട് നമുക്ക് വലിയ സ്നേഹമാണ്. കാരണം എന്താ? അവര് നമ്മുടെ കുടുംബക്കാരാ. എന്നാൽ ഏറ്റവും വലിയ കുടുംബക്കാരൻ ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വഉമ്മഹാത്തുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളുടെ മാതാവാണ് മാതാക്കന്മാരാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കന്മാരാ. അപ്പൊ പ്രവാചകൻ ആരാകും? നമ്മുടെ പിതാവാണ്. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി. നബിയെ എന്റെ വാപ്പയാണോ അതല്ല എന്റെ ഉമ്മയാണോ? ഇതുപോലെ എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല നബിയേ, ഇതുപോലെ എന്റെ വാപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല നബിയേ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന മദീനയുടെ റൗള ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകനില്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പിതാവാ, നമ്മുടെ പിതാവാ. കുടുംബ ബന്ധത്തിന്റെ പേരിൽ നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ ആയിരിക്കും. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ യഥാർത്ഥ വിശ്വാസികളാകുന്നില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, നിങ്ങളുടെ ഭാര്യമാരെക്കാളും, നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാളും, നിങ്ങളുടെ സന്താനങ്ങളെക്കാളും, നിങ്ങളുടെ കുടുംബക്കാരെക്കാളും ഞാൻ ആരിലേക്ക് ഏറ്റവും പ്രിയമാകുന്നില്ലയോ അതുവരെ നിങ്ങൾ ആരും തന്നെ യഥാർത്ഥ വിശ്വാസികളല്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, നിങ്ങളുടെ മക്കളെക്കാളും, നിങ്ങളുടെ ഭാര്യയെക്കാളും, നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാളും ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂല് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഉമറേ, ലോകത്ത് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ ശരീരം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് നബി.
ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉമറിനോട് പറയുന്നു, ഉമറേ, ഈ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല ഉമറേ. ആരുടെ മുഖത്ത് നോക്കിയിട്ടാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നതെന്നറിയോ? ഉമർ കടന്നു വരുന്ന വഴിയിൽ ഇബ്ലീസ് പോലും നിൽക്കില്ല. അത്രത്തോളം പേടിയാ, അത്രത്തോളം ഈമാനിന്റെ പ്രഭയുള്ള ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറേ, നീ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല ഉമറേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ പ്രവാചകന് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യമാ ഈ പാവപ്പെട്ട ഉമറിന്റെ പക്കൽ നിന്ന് ഉണ്ടായതെന്ന് ഓരോ കാര്യവും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലേക്ക് കൊണ്ടുവരികയാ. അവസാനം ഉമറിന് മനസ്സിലായി, എന്റെ ശരീരത്തെക്കാൾ എന്റെ ശരീരം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണെന്ന് പറഞ്ഞ ഒരു വാക്ക് മാത്രമാ എന്റെ പ്രവാചകന് ഇഷ്ടപ്പെടാത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്ത് നോക്കിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എന്റെ ശരീരത്തെക്കാൾ എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ ഭാര്യയെക്കാളും എന്റെ കുടുംബക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഇപ്പോഴാണ് യഥാർത്ഥ ഒരു വിശ്വാസി. എന്റെ ബഹുമാനമുള്ളവരെ, നമ്മൾ അങ്ങനെയാകണം. അറിയോ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പത്ത് പ്രവാചകൻ എന്ത് പറഞ്ഞാലും വാരിക്കോരി കൊടുക്കാൻ തയ്യാർ. ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രവാചകനെ സ്നേഹിച്ചതിന്റെ പേരിൽ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാലും ബറക്കത്തിന് വേണ്ടി ഒരു സംഭവം പറയാം. എനിക്കൊന്ന് പറയാൻ പറ്റുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം അത്രത്തോളം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിസ് ബദിരയുമായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റൂ എന്ന് പോലും ഞാൻ വല്ലാതെ അത്ഭുതപ്പെടുക. കാരണം മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹയുടെ മഖ്ബറ ചെന്ന് സിയാറത്ത് ചെയ്തിട്ട് വന്നു. ഇവിടെ നിന്ന് പറയാം, അവരുടെ സഹായം കൊണ്ട് പറയാൻ പറ്റില്ല, നമ്മുടെ കഴിവല്ല, അവരുടെ സഹായം കൊണ്ട് പറയാൻ പറ്റും. അള്ളാഹു ആ ഒരു സഹായം മരിക്കുന്നത് വരെ നിലനിർത്തി തരുമാറായി. എന്റെ ബഹുമാനമുള്ളവരെ, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരല്ലേ, ഈ മണ്ണിൽ ജനിക്കാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ഈ മണ്ണിൽ അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ ജനിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും സുന്ദരമായ ഭാഗ്യമാണ്. അള്ളാഹു നിലനിർത്തട്ടെ. അവരോടുള്ള സ്നേഹവും അവരോടുള്ള മഹബത്തും അള്ളാഹു നിലനിർത്തി തരുമാറായി. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി വാരി ചെലവഴിച്ചവരാണ്. പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഇല്ല. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയുടെ തിണ്ണയിലിരുന്ന് വല്ലാതെ പൊട്ടിക്കരയുക. ഈ സമയത്ത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, മാദാ യബ്കീക യാ റസൂലല്ലാഹ്, നബിയേ, എന്തിനാ കരയുന്നത് നബിയേ? എന്റെ മാതാപിതാക്കളെ പണയം വെച്ചിട്ടായിരുന്നാലും എന്റെ സമ്പത്ത് മുഴുവനും ദീനിന് കൊടുത്തിട്ടായിരുന്നാലും അങ്ങയുടെ വിഷമം ഞാൻ മാറ്റിത്തരാം നബിയേ. ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനിനോട് പറയുന്നു, ഉസ്മാൻ, ഞാൻ മസ്ജിദ് നബവിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരുമ്പോ വഴിയിൽ വെച്ച് രണ്ട് പാവപ്പെട്ട യതീമീങ്ങളായ മക്കളെ ഞാൻ കണ്ടുപോയി. ഉസ്മാൻ, അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു കിടപ്പാടം വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു പുതുജോടി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല ഉസ്മാൻ. അതോർത്തുകൊണ്ടാ ഞാൻ പൊട്ടിക്കരയുന്നത് ഉസ്മാൻ. അവർ എത്രയോ ദിവസമായി ആഹാരം കഴിച്ചിട്ട് വിശപ്പിന്റെ കാഠിന്യതയാ ഒരു മുനാഫിഖായ മനുഷ്യന്റെ ഈന്തപ്പന തോട്ടത്തിലെ ഭാഗമായി നിൽക്കുന്ന ഈന്തപ്പഴങ്ങളിലേക്ക് നോക്കിക്കൊണ്ടവരെ വല്ലാതെ വെള്ളമൂറുന്നത് ഞാൻ കണ്ടുപോയി ഉസ്മാൻ. അങ്ങനെ ആ പാവപ്പെട്ട യതീമീങ്ങളായ മക്കൾക്ക് വേണ്ടി ആ ഈന്തപ്പന തോട്ടം വാങ്ങിച്ചു കൊടുക്കണമെന്ന ചിന്തയോട് ആ മുനാഫിഖായ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഈന്തപ്പന തോട്ടത്തിന് ഞാൻ വിലപേശി ഉസ്മാൻ. ആ സമയത്ത് ആ മനുഷ്യനറിയാം പ്രവാചകന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെന്ന ചിന്തയോട് അല്ലാഹുവിന്റെ റസൂലിനോട് ആ മുനാഫിഖായ മനുഷ്യൻ പറയുന്നു, നബിയേ, ഈ മദീനയുടെ 100 ഈന്തപ്പന തോട്ടത്തിന്റെ
വില തന്നാൽ ഈ ഈന്തപ്പനത്തോട്ടം ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കാം നബിയേ. ഇവിടെ മുസ്ലിമേ ഒരു രൂപ പോലും കയ്യിലില്ലാത്ത പ്രവാചകൻ എങ്ങനെയാ ആ ഈന്തപ്പനത്തോട്ടമായ തീമീങ്ങളായ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? അത് ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്ന മസ്ജിദ് നബവിയുടെ തിണ്ണയിലിരുന്ന് പൊട്ടിക്കരയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ അങ്ങ് കരയണ്ട നബിയേ, അങ്ങ് വിഷമിക്കണ്ട നബിയേ, അങ്ങ് സങ്കടപ്പെടണ്ട നബിയേ. ഈ മദീനയുടെ 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയല്ല, ഈ മദീനയുടെ 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വില ചോദിച്ചാലും അങ്ങ് ആഗ്രഹിച്ചു പോയ, അങ്ങ് സ്നേഹിച്ചു പോയ, അങ്ങ് ഇഷ്ടപ്പെട്ടു പോയ ആ പാവപ്പെട്ട യതീമീങ്ങളായ മക്കൾക്ക് ആ ഈന്തപ്പനത്തോട്ടം ഞാൻ വാങ്ങിച്ചു കൊടുക്കും നബിയേ. അതിനുള്ള സമ്പത്ത് എനിക്ക് അല്ലാഹു നൽകിയല്ലോ നബിയേ. ഓ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ദീനിയായ ബോധം എനിക്ക് അങ്ങ് പഠിപ്പിച്ചു തന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാ, നബിയേ 100 അല്ല 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വില ചോദിച്ചാലും അങ്ങ് ആഗ്രഹിച്ച, അങ്ങ് ഇഷ്ടപ്പെട്ട ആ പാവപ്പെട്ട യതീമീങ്ങളായ മക്കൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കും നബിയേ. അതിനുള്ള സമ്പത്ത് എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് എങ്ങനെ ചെലവഴിക്കണമെന്ന് അങ്ങനെക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് മഹാനായ ഉസ്മാനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, റഫീഖീ ഫിൽ ജന്നതി യാ ഉസ്മാൻ. ഉസ്മാനെ, നാളെ എന്നോടൊപ്പം സ്വർഗ്ഗത്തിന്റെ അകത്ത് കളിതമാശകൾ പങ്കിടുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അത് നീയാണ് ഉസ്മാൻ. നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാനെ നീ നാളെ എന്റെ സ്വർഗ്ഗത്തിന്റെ കൂട്ടുകാരനാ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, അനാ വകാഫിലുൽ യതീമി ഹക്കദാ, ഞാനും യതീമീങ്ങളെ സഹായിക്കുന്നവരും സ്വർഗ്ഗത്തിൽ നാളെ ഇതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് നുസ്റത്തുൽ മസാകിൻ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന പരിപാടി. അതിന് 3 എണ്ണം പറഞ്ഞു. ഇനി നാലാമതായി പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തരികയാ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിനുള്ള 4ാമത്തെ കാരണം ഇഹ്സാൻ. ഇഹ്സാൻ ഉപകാരം ചെയ്യലാണ്. ഉപകാരം ചെയ്യൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വലിയ രോഗത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലാണ്. ആ സമയത്ത് ആ നാട്ടിലുള്ള ഒരു സമ്പന്നൻ വന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് പൈസ വെച്ച് നിന്നിട്ട് പറയാ, നിങ്ങളുടെ രോഗത്തിന് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തുക, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെച്ച് സുന്ദരമായിട്ട് കയറിക്കിടന്ന് ഉറങ്ങുക. ഇത് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ നമ്മളെ സഹായിച്ചാൽ, ഉപകാരം ചെയ്താൽ, ആ മനുഷ്യനോട് നമ്മൾ പറയും, ഞാൻ മരിച്ചാലും മറക്കില്ല, മരിച്ചാലും ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ഉപകാരത്തിന്റെ പേരിൽ നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് അള്ളാന്റെ റസൂലിനെ ആയിരിക്കണം. കാരണം എന്താ? ഇവിടെയല്ല അള്ളാന്റെ റസൂലിന്റെ ഉപകാരം. ആളാരാരമില്ലാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അള്ളാന്റെ മഹ്ശറയാകുന്ന കോടതിയുണ്ടല്ലോ, യൗമ യദഉ ആദമു വ അംബിയാ നഫ്സി നഫ്സി നഫ്സിയാ നഫ്സി. ഓരോരുത്തരും എന്റെ ശരീരമേ, എന്റെ ശരീരമേ, എന്റെ ശരീരമേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് അന്തം വിട്ട് അന്താളിച്ച് ഭയവിഹ്വലരായി പേടിച്ച് ഓടുന്ന ഒരു മഹ്ശറയുണ്ടല്ലോ. ഓ മഹ്ശറയിലേക്ക് നമ്മളെ സഹായിക്കാൻ കടന്നു വരുന്നതാരാ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه.
മാതാപിതാക്കള് മക്കളെ തിരിച്ചറിയാത്ത ദിവസമാ, മക്കള് മാതാപിതാക്കളെ തിരിച്ചറിയാത്ത ദിവസമാ, ഭാര്യമാര് ഭർത്താക്കന്മാരെ ഭാര്യമാരെ തിരിച്ചറിയാത്ത ദിവസമാ, കൂട്ടുകാരന്മാരെ തിരിച്ചറിയാത്ത ദിവസമാ. ഓരോരുത്തരും അവരവരുടെ ശരീരത്തിന് വേണ്ടി കിണപേക്ഷിച്ചുകൊണ്ട് ആദ്യമായി നമ്മൾ കടന്നു ചെല്ലുന്നത് ആരുടെ അടുക്കലെന്നറിയോ? നമ്മുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് ആദം നബിയോട് പറയുന്നു, അല്ലയോ പിതാവേ, ഹലോ തറാമാ നഹ്നു ഫീഹി അലാ തറാമാ ഖദ് ബലഗ്നാ. അല്ലയോ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഞങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ അനുഭവിക്കുന്ന യാതന ഞങ്ങൾ കാണുന്നില്ലേ? ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ എന്ന് ആദം നബി അലൈഹിസ്സലാമയോട് നമ്മൾ കേണപേക്ഷിക്കുമ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാം നമ്മളോട് പറയുകയാ, മക്കളെ, നിങ്ങളെ സഹായിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാഹു വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന്റെ പേരിൽ എന്റെ ശരീരം സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ എന്ന് പേടിച്ച് ഞാൻ നിൽക്കുകയാ. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം നമ്മളെ തള്ളിവിടുമ്പോ ഓരോ പ്രവാചകന്മാരും നമ്മളെ കൈയൊഴിയുമ്പോ അതാ കടന്നു വരികയാ നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് നമ്മുടെ കൈപിടിച്ചിട്ട് നമ്മളോട് പറയുന്ന, മക്കളെ, വിഷമിക്കണ്ട മക്കളെ, സങ്കടപ്പെടേണ്ട മക്കളെ, ദുഃഖിക്കണ്ട മക്കളെ, നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മാത്രം കടന്നു വരുന്ന ഒരു മഹ്ശറ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. മുസ്ലിമേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12ാമത്തെ ദിവസം കടന്നു വരുമ്പോ ഖുലൂ തക്ബീർ മുഴക്കിക്കൊണ്ട് രാവിലെ റോഡ് നീളെ കടന്നു പോകുന്ന എന്റെ ചെറുപ്പക്കാരാ, പ്രവാചക പ്രേമമെന്ന് പറയുമ്പോഴും നിന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് മദ്യമാണെങ്കിൽ എങ്ങനെയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നിനക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരാ, മാറ്റിക്കോടാ. ഇതുപോലുള്ള സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റിക്കോ. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ കൈപിടിച്ച് ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം. ലോകത്ത് ഉപകാരം ചെയ്തതിന്റെ പേരിൽ ആരെയെങ്കിലും നീ സ്നേഹിക്കുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെയാ. കാരണം എന്താ? അല്ലാഹുവിന്റെ മഹ്ശറയിൽ നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ കൈപിടിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് മാത്രമാ. ഉപകാരം ചെയ്തതിന്റെ പേരിൽ നീ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ ആയിരിക്കണം. കാരണം എന്താ? നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മഹ്ശറയിൽ വരുന്നത് പ്രവാചകൻ മാത്രം. അപ്പൊ ഈ 4 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. റസൂൽ സ്നേഹത്തിൻ സാഗരമാകണം, സ്നേഹത്തിന്റെ കടലാകണം. നമ്മുടെ ഹൃദയം കൊണ്ട് സ്നേഹം വാരിയെറിയണം. അല്ലാഹുവിന്റെ റസൂലിനെ റൗളാ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകൻ അറിയട്ടെ, പ്രവാചകൻ അറിയട്ടെ നമ്മുടെ സ്നേഹം. അല്ലാഹുവേ, നാളെ നിന്റെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എല്ലാവരും അവരവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ രോഗങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പടച്ച റബ്ബിനോട് ആമീൻ പറയുക. അല്ലാഹു നമ്മുടെ ആമീനും ദുആയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മുർ-റഹീമായ തമ്പുരാനേ, കൃപയുള്ള അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ചെയ്തു പോയ അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബേ, അല്ലാഹു
അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇനിയുള്ള ജീവിതം പാപരഹിതമായി നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ നോക്കിയത് പാപമാണ് അല്ലാ. ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ഞങ്ങൾ സംസാരിച്ചത് പാപമാണ് അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിന്തിച്ചത് പാപമാണ് അല്ലാ. ഞങ്ങളുടെ ചെവികൾ കൊണ്ട് ഞങ്ങൾ കേട്ടത് പാപങ്ങളാണ് അല്ലാ. ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങൾ പിടിച്ചത് പാപമാണ് അല്ലാ. ഞങ്ങളുടെ കാലുകൾ കൊണ്ട് ഞങ്ങൾ നടന്നു പോയത് പാപങ്ങളിലേക്കാണ് റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരങ്ങൾ മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞു പോയി അല്ലാ. എന്നാലും നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലതയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ പാപങ്ങളൊന്നും ഒന്നുമല്ലല്ലോ അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് ഞങ്ങളുടെ സകലമായ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് സന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ ഒരുപാട് സംഭാവനകൾ ഈ ഇൽമിന്റെ മജ്ലിസിലേക്ക് നൽകി അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബറുകൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും പടച്ച റബ്ബേ അവരുടെ ഖബറുകളുടെ ചലനങ്ങളും അവരുടെ ഖബറുകളുടെ അവസ്ഥകളും അറിയുന്നവൻ നീയാണ് അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയാരാമമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ സ്വർഗത്തിന്റെ ആഹാരങ്ങൾ വസ്ത്രങ്ങൾ പാനീയങ്ങൾ പടച്ച റബ്ബേ അവരുടെ ഖബറുകളിലേക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗം നീ നിർബന്ധമാക്കണേ അല്ലാ. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള അമലുകളൊന്നും ഞങ്ങളുടെ പക്കലില്ല റഹ്മാനേ. വെറും പൊട്ടിപ്പൊളിഞ്ഞ കുറഞ്ഞ അമലുകൾ മാത്രമേ ഞങ്ങളുടെ പക്കലുള്ളൂ തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങളുടെ അമലുകൾ കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല റബ്ബേ. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കും ഞങ്ങൾക്കും നിന്റെ നരകം നീ ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ദുനിയാവിന്റെ ചൂട് പോലും സഹിക്കാൻ ഞങ്ങളുടെ ശരീരങ്ങൾക്ക് കഴിയുന്നില്ല നാഥാ. അങ്ങനെയുള്ള ശരീരവുമായി നിന്റെ കത്തിക്കാണുന്ന നരകത്തിന്റെ ചൂട് ഞങ്ങൾ എങ്ങനെയാ അനുഭവിക്കുന്നത് പടച്ച റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കും നിന്റെ നരകം നീ ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് മാതാപിതാക്കളുടെ രോഗം മാറാൻ, മക്കളുടെ രോഗം മാറാൻ, ഭാര്യമാരുടെ രോഗം മാറാൻ, ഭർത്താക്കന്മാരുടെ രോഗം മാറാൻ, കുടുംബക്കാരുടെ രോഗം മാറാൻ അല്ലാഹുവേ ഈ ഇൽമിന്റെ മജ്ലിസിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകി അല്ലാ. അല്ലാഹുവേ രോഗങ്ങൾ തരുന്നവൻ നീയാണ് അല്ലാ. ഓ രോഗങ്ങളുടെ ശിഫാഉം നിന്റെ പക്കലാണ് പടച്ച റബ്ബേ. അല്ലാഹുവേ ലോകത്തുള്ള ഏത് ഡോക്ടർമാര് വിധിയെഴുതിയ രോഗമായിരുന്നാലും പടച്ച റബ്ബേ നിന്റെ മാർഗത്തിലായി സംഭാവനകൾ കൊടുത്തതിന്റെ പേരിൽ അല്ലാഹുവേ ആ രോഗങ്ങൾ മുഴുവനും മാറ്റി നീ നിന്റെ അത്ഭുതം കാട്ടിയിട്ടുണ്ടല്ലോ അല്ലാ. അതുപോലെ പടച്ച റബ്ബേ ആരെല്ലാം ഈ ഇൽമിന്റെ മജ്ലിസിനെ സഹായിക്കുന്നുവോ ഇനി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. നിന്റെ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പറഞ്ഞ മജ്ലിസാണ് തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഹബീബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളിതാ ചോദിക്കുന്നു അല്ലാ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും നീ സഫലീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയ്ക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളുടെ കാരണങ്ങളാൽ ഞങ്ങളുടെ ദുആയ നീ തട്ടിക്കളയല്ലേ അല്ലാ. നീ സ്വീകരിക്കണേ റഹ്മാനേ. നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങൾ
ജനങ്ങളുടെ മുമ്പിലേക്ക് യാചനാരൂപത്തിൽ നീട്ടുന്ന ദുരവസ്ഥ പടച്ച റബ്ബേ, മരണം വരെ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ, നീ തരല്ലേ അല്ലാ, നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് പടച്ച റബ്ബേ, ദിനം പ്രതി വാഹനാപകടം പെരുകുന്നു നാഥാ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ വാഹനങ്ങൾക്കും നീ കാവലാകണേ അല്ലാ. എവിടെ വെച്ച് ഏത് സ്ഥിതിയിൽ എങ്ങനെ മരിച്ചാലും നിന്റെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരണവേദന മറന്ന് മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق സംഭാവന സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. നെല്ലിക്കുന്നല്ലേ? നമ്മളെ പരിപാടി നെല്ലിക്കുന്നിലാണ്. നെല്ലിക്കുന്ന് ഇൻഷാ അല്ലാഹ് 21-ാം തീയതി നെല്ലിക്കുന്നിൽ നജാത്ത് 2013 എല്ലാവരും പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി